ഫുക്രിയിലേക്ക് സ്വാഗതം. എന്തൊരു കളിയായിരുന്നു! അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിലെത്തി എന്നത് വലിയൊരു ആശ്വാസമാണ്. അതേസമയം ഈജിപ്തിനോട് സത്യം പറഞ്ഞാൽ ഈജിപ്ത് അതിഗംഭീരമായിട്ട് കളിക്കുകയും ചെയ്തു. ഈജിപ്ത് പുറത്തു പോകാൻ അർഹരുമായിരുന്നില്ല. പക്ഷേ അർജൻറ്റീന ജയിച്ച് ക്വാർട്ടറിലെത്തിയിരിക്കുന്നു. 2-3 ഗോളുകൾക്കാണ്. പക്ഷേ ഈ കളിയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലയണൽ മെസ്സി എത്രത്തോളം ഒരു ടീമിനെ ഇൻസ്പയർ ചെയ്യുന്ന, ടീമിനെ ഇത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്, നായകനാണ്, കളിക്കാരനാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു മത്സരമായിരുന്നു ഇത്. കാരണം 2 ഗോളിന് പിറകിലായിരുന്നു. 67-ാമത്തെ മിനിറ്റ് രണ്ടാമത്തെ ഗോളും ഈജിപ്ത് അടിച്ചിരുന്നു. 79 മിനിറ്റ് വരെ അർജൻറ്റീന 2 ഗോളിന് പിറകിലായിരുന്നു. പക്ഷെ 67-ാമത്തെ മിനിറ്റിൽ ഈജിപ്ത് അടിച്ചതിന് ശേഷം മെസ്സിയുടെ നേതൃത്വത്തിൽ മെസ്സി എന്തൊരു കളിയാണ് കളിച്ചത്! മെസ്സി പിറകിലേക്ക് ഇറങ്ങി വന്ന് പന്തെടുത്ത് കളി ഉണ്ടാക്കി പ്ലേ മേക്കറായി കളിച്ച് കയറി വന്ന് ബോക്സിലേക്ക് വന്ന് ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. ആദ്യം ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് ഗോളടിക്കാനുള്ള പാസ് അസിസ്റ്റ് ചെയ്ത് മെസ്സി ആയിരുന്നു. പിന്നീട് മെസ്സി സ്വയം ഗോളടിച്ചു. അങ്ങനെ ഒരു പ്ലേ മേക്കർ എന്ന നിലയിൽ കളി ഉണ്ടാക്കി എടുത്തത് മെസ്സി ആയിരുന്നു. 67-ാമത്തെ മിനിറ്റിൽ മെസ്സി ഇത്രയും ഊർജ്ജത്തോടെ കളിച്ചപ്പോൾ മറ്റുള്ളവരും മെസ്സിയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എന്തൊരു ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സാണ് അവർ! എന്താണ് മെസ്സി എന്ന നായകൻ്റെ സ്വാധീനം, എന്താണ് ആ ടീമിൽ? അത് നമ്മൾ ശരിക്കും കണ്ടു. കളി ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം വിങ്ങിലേക്ക് ഇറങ്ങി വന്ന്, മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് പന്ത് സ്വീകരിച്ച് പന്തുമായി മുന്നോട്ട് പോയി പന്ത് പെനാൽറ്റി ബോക്സിലേക്ക് എത്തിച്ച് അങ്ങനെ അത്യുജ്വലമായിട്ട് എന്ന് തന്നെ പറയണം. അത്ര ഗംഭീരമായിട്ടാണ് മെസ്സി കളി ഉണ്ടാക്കിയെടുത്തത്. മെസ്സി നിസ്സംശയം പറയാം, ഇന്ന് ലോക ഫുട്ബോളിൽ ഇത്രമാത്രം സ്വാധീനിക്കപ്പെടുന്ന ഒരാൾ, ഇത്രമാത്രം ഒരു ടീമിനെ, ഒരു ഗ്രൂപ്പിനെ സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു നായകനോ ഒരു കളിക്കാരനോ ഇല്ല മെസ്സിയെ പോലെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെട്ട മത്സരമായിരുന്നു ഈജിപ്തിനെതിരായ മത്സരം.